ഹലോ, നമസ്കാരം. എല്ലാവർക്കും കോഴഞ്ചേരി പൗരാവലിയുടെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ലൈവുമായി എത്തുന്നത്. ഇന്ന് ഞാൻ ലൈവുമായി എത്തുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു അതിമനോഹരമായ ഒരു ജമന്തിത്തോട്ടം ആണ് ഇന്ന് നമ്മൾ ലൈവുമായി എത്തുന്നത്. നിങ്ങളെല്ലാം വിചാരിക്കും, ഈ ജമന്തിത്തോട്ടം കാണുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തിലുള്ള ജമന്തിത്തോട്ടമാണെന്ന് വിചാരിക്കും. എന്നാൽ ഇത് തമിഴ്നാട്ടിലൊന്നുമല്ല, ഞങ്ങളെ കോഴഞ്ചേരി പഞ്ചായത്തിലെ 13-ാം വാർഡിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രദേശത്താണ് ഈ ജമന്തിത്തോട്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ടി ബി ജംഗ്ഷന് അടുത്തുള്ള സ്ഥലമാണ്. നമ്മുടെ ടി ബി ജംഗ്ഷന് അടുത്തുള്ള ഒരു മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ഈ തോട്ടം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ത്രീകൾ ചേർന്നാണ് ഈ തോട്ടം സ്ഥാപിച്ചിരിക്കുന്നത്. കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം കണ്ടപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു തോട്ടം രൂപീകരിച്ചാൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ വരികയും ആ ഐഡിയയുടെ ഇതനുസരിച്ചാണ് ഈ തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് പൂവുകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഓണ സീസണാണ്, ചിങ്ങമാസം ആണിപ്പോൾ. ഓണത്തിന് ഇന്ന് അത്തവുമാണ്. അപ്പോൾ അത്തപ്പൂ ഇടുന്നതിനുമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വന്നെങ്കിൽ മാത്രമേ മലയാളികൾക്ക് ഓണം ആഘോഷിക്കുന്നതിനും അത്തപ്പൂ ഇടുന്നതിനും ഒക്കെ കഴിയത്തുള്ളൂ. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി നമ്മുടെ നാട്ടിലും ഉള്ള ആളുകൾ ഇതുപോലെ ഒരു ജമന്തിത്തോട്ടം രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. കാശ് കൊടുത്ത് പുറത്തു നിന്ന് വരുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഇത് പുരോഗമിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടും എന്നുള്ള ഒരു ഐഡിയയുടെ പുറത്താണ് ഈ തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നവരെ കൂടെ കാണണ്ടേ നമുക്ക്. നമ്മുടെ 70 വയസ്സിനടുത്തുള്ള നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീടിൻ്റെ അടുത്താണ്. ഈ അമ്മയാണ് ഇതിനെ കാവലിപ്പം സത്യം പറഞ്ഞാൽ ഈ തോട്ടത്തിന്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ തോട്ടത്തിൻ്റെ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അയൽവാസിയായ നമ്മുടെ പ്രിയയും ഉണ്ട്. അപ്പം നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, ഇതെന്താണ് ഇതിങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശമെന്ന്. ഇപ്പം ഇങ്ങനെ ഒരു തോട്ടം രൂപീകരിക്കാൻ തോന്നാനുള്ള ഒരു ആശയമുണ്ടല്ലോ. നമുക്കറിയാം, ഇവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ടം രൂപീകരിക്കണമെന്നൊക്കെ തോന്നാൻ എന്ത് ഇതിൻ്റെ പുറത്താണ് ഇങ്ങനെ തോന്നിയത്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-ാം വാർഡില് സുകുമാരി പ്രഭാകരന്റെ നേതൃത്വത്തിൽ അവിടെ ഇങ്ങനെ ഒരു ജമന്തിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ മുതൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് ഒന്ന് ചെയ്താൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ നമുക്കൊരു ഭംഗിയല്ലേ ഇത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരു തൈ ഇപ്പം കുടുംബശ്രീ ജില്ലാ മിഷനിൽ നമുക്ക് തൈ തരാമെന്ന് പറയുകയും, അപ്പം എവിടെ നടാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണമായിരുന്നു. തൈ വന്നു, പക്ഷെ നടാൻ സ്ഥലമില്ലാതിരുന്നപ്പോഴാണ് ഇവിടുത്തെ ആളിങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കി റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേനാലയത്തെ ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട്, നമുക്ക് സ്ഥലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറോട് സംസാരിക്കുകയും പുള്ളി അത് റെഡിയാക്കി തരികയും ചെയ്തു. അതേ തുടർന്ന് ഞങ്ങൾ പിന്നെ തൈ നട്ടു. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ല മഴ പെയ്തതുകൊണ്ട് നല്ലപോലെ നമുക്ക് വളർച്ച കിട്ടി. അതുപോലെ തന്നെ ഞാനും ലക്ഷ്മിക്കുട്ടിയമ്മയും നിരന്തരം അതിന് വളമിടുകയും അതിൻ്റെ പുറകെ നടന്ന് ഒരു ചെടിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് ഞാൻ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരികയും അത് ഒരു മക്കളെ പോലാണ് ലക്ഷ്മിക്കുട്ടിയമ്മ ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഈ ചെടിയുടെ പുറകെ. അപ്പോൾ നമ്മളിപ്പം ഈ തോട്ടം കാണുമ്പം നല്ല അതിമനോഹരമായി ഇരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ആ വളർച്ചാ കാലഘട്ടം കൂടെ നമുക്കറിയണമല്ലോ. ഇതിൻ്റെ വളർച്ചാ കാലഘട്ടം എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? അത് എത്ര നാൾ കൊണ്ടാണ് ഈ തോട്ടം ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് പ്രിയേ? ഒരു 3 മാസമായി. ചെടി കിട്ടിയിടം മുതൽ നോക്കുവാണെങ്കിൽ ഇത് 5-ാമത്തെ മാസമായി ആയി വന്ന ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു 5 മാസമായി. തൈ മുതൽ ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റേജ്, പൂ കിട്ടിയിരിക്കുന്ന സ്റ്റേജ് വരെ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പൂക്കൾ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാകുമോ? തീർച്ചയായും വരുമാന മാർഗം കിട്ടണമെന്നുള്ളൊരാഗ്രഹമുണ്ട് നമുക്ക്. ഇത് തൈ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പം 1000 തൈക്ക് 6000 രൂപ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വരുമാനത്തിലേറെ ഇത് നിന്ന് കാണുമ്പോൾ, അത് നശിച്ചു പോകാതെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു ആത്മസംതൃപ്തി എന്ന് പറയാമല്ലോ. അത്
നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഇപ്പം എല്ലാവരും വരുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒരു തോട്ടം ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ടി ബി ജംഗ്ഷനിൽ കോഴഞ്ചേരിയിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടല്ലോ എന്ന് ഇന്നലെ വന്ന് കണ്ടവർക്കും എല്ലാവർക്കും അങ്ങ് ഭയങ്കരമായിട്ട് മനോഹരമായി. നമുക്ക് കോഴഞ്ചേരിക്കാർക്ക് എന്നും ഒരു ഈ വാർഡിൽ, ഈ ഒരു സ്ഥലത്ത് 13ാം വാർഡിൽ നമുക്ക് എപ്പോഴും ഒന്ന് അഭിമാനിക്കാൻ പറ്റിയതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് കാണുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവായ ഒരു എനർജി ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മ. ലക്ഷ്മിക്കുട്ടി അമ്മയാണ് ഇതിൻ്റെ മുഴുവൻ മേൽനോട്ടവും ഇതിന് വേണ്ട എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതും ഇതിൻ്റെ കാവലും. ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ തോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിമനോഹരമായ ഒരു തോട്ടമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, തോട്ടത്തിൽ വന്ന് പാറിപ്പറന്ന് നടക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അത് തന്നെയുമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി ഇതുപോലെ ഓരോ ജമന്തി തോട്ടങ്ങളും അങ്ങനെ പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതി നമുക്കുണ്ടാകത്തില്ല. എന്തായാലും നമ്മളും സ്വയം പര്യാപ്തത നേടേണ്ട സാഹചര്യമാണ്. എന്തായാലും ഈ സംരംഭം വളരെ വിജയകരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ വന്ന് നിൽക്കുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഇത്ര അതിമനോഹരമായ ഒരു ദൃശ്യം അടുത്തെങ്ങുമില്ല. എന്തായാലും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും അതുപോലെ തന്നെ പ്രിയയുടെയും ഈ ഉദ്യമം വളരെ വിജയത്തിലെത്തിയതിൽ കോഴഞ്ചേരി പൗരാവലി നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ തീരാതെ സമീപ ഭാഗത്തെ കൂടി കുറച്ചുകൂടെ ഇതിലും വലിയ രീതിയിൽ ഒരു തോട്ടം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ഇതുപോലെയുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഈ തോട്ടം വന്ന് കാണുന്നതിനും ഒക്കെ ഉള്ള അവസരങ്ങൾ നിങ്ങൾക്കുമുണ്ട്. നിങ്ങളത് വന്ന് കാണണം. ഈ മനോഹരമായ ദൃശ്യം നിങ്ങൾ കണ്ട് ആസ്വദിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴഞ്ചേരി പൗരാവലിയുടെ ഈ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി ടി ബി ജംഗ്ഷനുള്ള ജമന്തി തോട്ടത്തിൽ നിന്ന് ജോജി കാവുംപിടിക്കൽ.